إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنه من يأتي ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാനും അതേ ഈമാനോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുമുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കനിഞ്ഞു നൽകിയ പരിശുദ്ധ റമളാനും അതിനുശേഷമുള്ള വിശ്വാസിയുടെ ആഘോഷമായ ഈദുമെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് വിശ്വാസികളായ നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞ ദിനരാത്രങ്ങളിലൂടെയുള്ള ഒരു വിലയിരുത്തൽ നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ജീവിതത്തിൽ
ഏതൊരു കർമ്മവും വിശ്വാസിയായ ഒരു മനുഷ്യൻ നിർവഹിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഉന്നതമായ ആഗ്രഹമാകുന്ന പരിശുദ്ധ സ്വർഗത്തിന് വേണ്ടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു മനുഷ്യൻ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴും സ്വർഗത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അവനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അവന് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ദുനിയാവിൽ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്ത അവൻ്റെ ലോകരക്ഷിതാവായ റബ്ബിനെ കാണാൻ സാധിക്കുക എന്നതാണ് വിശ്വാസിയായ മനുഷ്യന് സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് പ്രവാചകൻ കഴിഞ്ഞ റമളാനിൻ്റെ രാത്രികളും പകലുകളും നമ്മെ ഓർമ്മപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആ അനുഗ്രഹം ലഭിക്കുന്നത് ഒരു നോമ്പുകാരൻ്റെ ജീവിതത്തിൽ വലിയ കാര്യമായി പ്രധാനപ്പെട്ട വിഷയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. ലിസ്വാഇമി ഫർഹത്താൻ, ഒരു നോമ്പുകാരന് 2 സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷങ്ങളിൽ രണ്ടാമത്തെ സന്തോഷമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നത്. ഒന്നാമത്തേത് ദുനിയാവിൽ നമ്മൾ പൂർത്തിയാക്കി. ഇനി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും നമ്മുടെ സന്തോഷവും ആ പരലോകത്ത് റബ്ബിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പരലോകത്ത് കടന്നു വരുന്ന ആളുകളിൽ 2 രൂപത്തിലുള്ള ആളുകളാണ് റബ്ബിൻ്റെ മുമ്പിലേക്ക് കടന്നു വരിക. ആ 2 വിഭാഗത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമത്തെ വിഭാഗമാരാ? അവർ മുജ്രിമീങ്ങളായ ആളുകളാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നഹു മയഅതി റബ്ബഹു മുജ്രിമാ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും തൻ്റെ രക്ഷിതാവിനെ മുജ്രിമായി കണ്ടുമുട്ടുന്ന ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് കത്തിജ്വലിക്കുന്ന ഭയാനകരമായ നരകമാണ്. ആ നരകത്തിൻ്റെ അവസ്ഥ എന്താണ്? ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അതിൽ അവർ ജീവിക്കുകയുമില്ല, മരിക്കുകയുമില്ല. അങ്ങനെ ഒരു വിഭാഗം പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്നവരിലുണ്ട് എന്നാണ്. അവർ കുറ്റവാളികളാണ്. അവർ ജീവിതത്തിൽ നന്മയും തിന്മയും പരിഗണിക്കാതെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവരാണ്. രണ്ടാമത്തൊരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. എന്നാൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാണ്? വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്വാലിഹാത്ത്. തീർച്ചയായും വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നവർ ഫൗലായിക ലഹുമുദ് ദറജാത്തുൽ ഉലാ. തീർച്ചയായും അക്കൂട്ടർക്കാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവികൾ ഉയർത്തി വച്ചിരിക്കുന്നത്. ഉന്നതമായ പദവികൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈമാനോടുകൂടി പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുലേക്ക് കടന്നു വന്ന ആളുകളാണ്. ഈ 2 വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. 2 കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തേത്, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് തിന്മകളില്ലാതെ അല്ലാഹുലേക്ക് കടന്നു വരാൻ സാധിക്കണം. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് നന്മകൾ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുവാനും ഒരാൾക്ക് കഴിയണം. ഈ 2 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടോ എങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവന് സാധിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിന്മകളില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മനുഷ്യരാണ്, ജീവിതത്തിൽ തിന്മകൾ നമുക്ക് സംഭവിച്ചു പോകും. ആ തിന്മകൾ കഴുകിക്കളയാൻ, ആ തിന്മകൾ തൗബ ചെയ്ത് അതിൽ നിന്ന് മടങ്ങാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ സാധിച്ചുവെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയം പ്രാപിച്ചവനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അല്ലേ, അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസാണ്.
ആരുടെയെങ്കിലും തൗബ റബ്ബ് സ്വീകരിച്ചാൽ, കഴിഞ്ഞ റമളാനിൻ്റെ രാപ്പകലുകളിൽ നമ്മൾ റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്തുയർത്തിയ കൈകൾ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, അവൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയുമില്ലാത്തവനെ പോലെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ഹാജരാക്കപ്പെടുക എന്നതാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ റമളാനുകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തൗബക്ക് നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തൊരു കാര്യം, തിന്മകളില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് നന്മകൾ കൊണ്ട് ജീവിതത്തിൽ ആ ചെയ്തു പോയ തിന്മകൾ നമ്മൾ മായ്ച്ചു കളയണം. അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത നന്മകൾ, നമ്മൾ ചെയ്ത നമസ്കാരങ്ങളും നമ്മൾ നിർവഹിച്ച നോമ്പുകളും നമ്മൾ കൊടുത്ത സ്വതക്കകളുമെല്ലാം അത് ജീവിതത്തിൽ നമ്മൾ ചെയ്ത തിന്മകളെ ഇല്ലാതാക്കി കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓതി പ്രവാചകൻ പറഞ്ഞല്ലോ, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. തീർച്ചയായും നന്മകൾ അത് തിന്മകളെ മായ്ച്ചു കളയും, അത് തിന്മകളെ ഇല്ലാതാക്കി കളയുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ രാപ്പകലുകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസരങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. തൗബ ചെയ്യുവാനും നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും റബ്ബ് അവസരം തന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിനരാത്രങ്ങളെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ദിവസങ്ങൾ കഴിഞ്ഞ് 1-2 ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക. നിർത്തിയ എത്ര തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. നമ്മൾ പറയാൻ പാടില്ലാത്ത എത്ര വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടർത്തണമെന്നാഗ്രഹിച്ച എത്ര നന്മകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇതൊക്കെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കുറേ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ നന്മകളൊക്കെ നമ്മുടെ തിന്മകളെ ഇല്ലാതാക്കി കളയണമെങ്കിൽ അത് ജീവിതത്തിൽ മരണം വരെയും തുടർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ്റെ ജീവിതത്തെ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ കേവലം തിന്മകളിൽ അല്ലെങ്കിൽ നന്മകളിൽ ഒരു നിസാരവൽക്കരണത്തിൻ്റെ ആളായി ജീവിച്ച് മുന്നോട്ട് പോയ വ്യക്തിത്വമല്ല. എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ചെയ്ത് സമാധാനിച്ച് അതുകൊണ്ട് സ്വർഗത്തിലേക്കെത്താം എന്ന് വിചാരിച്ചവനായിരുന്നില്ല പ്രവാചകൻ. ഇല്ലാത്തവനായിട്ടും നന്മയുടെ കാര്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മത്സരിക്കുന്നതാണ് പ്രവാചകൻ്റെ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നത്. അല്ലേ? പ്രവാചകനെക്കുറിച്ച് പ്രവാചകൻ്റെ സ്വഹാബത്ത് പറഞ്ഞല്ലോ, ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുന്നാസി ബിൽ ഖൈർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുടെ കാര്യത്തിൽ, സ്വതക്കയുടെ കാര്യത്തിൽ, ജീവിതത്തിൽ ഏതുപോലെയാണ്? മിനർരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ പ്രവാചകൻ നന്മകളുടെ കാര്യത്തിൽ മത്സരിക്കാറുണ്ട്. പ്രവാചകൻ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ അത് നിർത്തിവെക്കാനോ ജീവിതത്തിൽ തയ്യാറായ വ്യക്തിത്വമല്ല. അതാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചു തന്നത് നന്മകൾ തുടർത്തുന്നിടത്താണ്, മരണം വരെയും റബ്ബിനെ ആരാധിക്കുന്നിടത്താണ്, ആ റബ്ബിന് വേണ്ടിയുള്ള ഇബാദത്തുകളിൽ കണിശത കാണിക്കുന്നിടത്താണ്. അത് ജീവിതത്തിൽ അതുപോലെ അനുധാവനം ചെയ്യുമ്പോഴാണ് ആ റബ്ബിനെ കണ്ടുമുട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുക. അല്ലേ? പ്രവാചകൻ സ്വതക്കയുടെ വിഷയത്തിൽ ഏറെ ഗൗരവത്തോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ട്. ഏതാണത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ ഓതി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വാചകങ്ങളിൽ, നമ്മൾ ഓതി തീർത്ത പരിശുദ്ധ ഖുർആനിൻ്റെ പേജുകളിൽ നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന നമുക്ക് പരിചയമുള്ളൊരായത്ത്. ആ ആയത്തിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ രംഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ്വാലിഹീൻ. അല്ലാഹുവേ, ഒരൽപ്പസമയം എനിക്ക് നീട്ടിത്തരുമോ നാഥാ? ജീവിതത്തിൽ ഞാൻ സ്വതക്ക ചെയ്തിട്ടില്ല, ആ ചെയ്യാത്ത സ്വതക്ക ഞാൻ ജീവിതത്തിൽ നിർവഹിക്കാം റബ്ബേ. ഞാൻ സ്വാലിഹായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം നാഥാ. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്തും അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വതക്കയാണ്. എന്തേ കാരണം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ജീവിതത്തിൽ തൻ്റെ സമ്പത്ത് മുഴുവൻ, താൻ അധ്വാനിച്ചത് മുഴുവൻ
ഇനി തനിക്ക് ലഭിക്കുകയില്ല, അതിൻ്റെ അവകാശം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനോടൊരു മനുഷ്യൻ പറയുന്ന കാര്യമാണ്, അള്ളാഹുവേ, എൻ്റെ സമ്പത്തിൽ നിന്ന് ഞാൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, എനിക്കൊരല്പസമയം കൂടി തന്നാൽ എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ ചെലവഴിക്കാം റബ്ബേ എന്ന് അള്ളാഹുവിനോടൊരു മനുഷ്യൻ കേണപേക്ഷിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആ നന്മകൾ നമ്മൾ മരിക്കുന്നവരെയും തുടർത്തിക്കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത്തരത്തിലുള്ള വിലാപങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. എന്നാൽ പലപ്പോഴും ചില സമയങ്ങളിലും ചില മാസങ്ങളിലും നന്മകൾ ചെയ്ത് പിന്നീട് അതിന് തുടർച്ചയില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന സാഹചര്യമാണെങ്കിൽ മരിക്കുന്ന സമയത്തും വിലാപം അവസാനിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു വിലാപത്തിൻ്റെ സമയമുണ്ടാകരുത്. അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന നന്മകൾ ചെയ്യാത്തതിൻ്റെ പേരിൽ അട്ടഹസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് നന്മകളിൽ മത്സരിക്കാനും നമ്മൾ സ്വർഗമാണ് ലക്ഷ്യമാക്കിയത് എങ്കിൽ അത് നേടിയെടുക്കാനും റബ്ബ് നമ്മളെ സഹായിക്കുമെന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അത് ആത്മാർത്ഥമായിട്ടാണോ, നമ്മൾ ആഗ്രഹിച്ചത് റബ്ബിൻ്റെ സ്വർഗമാണോ എങ്കിൽ ആ ആഗ്രഹം റബ്ബ് പൂർത്തിയാക്കി തരുമെന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? പ്രവാചകൻ പഠിപ്പിക്കുന്നൊരു സംഭവമുണ്ട്. അഅറാബിയായ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം യുദ്ധം ചെയ്യാനുള്ള അനുവാദം ചോദിച്ചു. പ്രവാചകൻ അദ്ദേഹത്തിന് അനുവാദം നൽകി. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുകയും ആ യുദ്ധത്തിൽ കിട്ടിയ യുദ്ധമുതൽ ഗനീമത്ത് സ്വത്ത് എല്ലാവർക്കും വീതിച്ച് നൽകിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഅറാബിയായ മനുഷ്യനും ഒരു ഓഹരി ഒരു സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. അതുമായി ആ അഅറാബിയുടെ വീട്ടിലേക്ക് ഈ മനുഷ്യൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് കൊടുത്തപ്പോൾ ആ അഅറാബി ചോദിക്കുന്നുണ്ട്, മഹാദ, ഇതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇത് താങ്കൾ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ താങ്കൾക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകൻ വീതിച്ച് നൽകിയ ഗനീമത്ത് സ്വത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വാങ്ങി. എന്നിട്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് ഗനീമത്ത് സ്വത്തുമായി കടന്നു ചെല്ലുകയാണ്. അറാബിയായ മനുഷ്യൻ പ്രവാചകൻ്റെ മുമ്പിലെത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, യാ മുഹമ്മദ് മഹാദ, ഏയ് മുഹമ്മദ്, ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക, താങ്കൾക്ക് വേണ്ടി ഞാൻ വീതിച്ച് നൽകിയ ഗനീമത്ത് സ്വത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, മാ അലാ ഹാദാ ഇത്തബഅതുക, ഇതിനു വേണ്ടിയല്ല ഞാൻ യുദ്ധത്തിന് വേണ്ടി കടന്നു വന്നത്. വലാകിന്നി ഇത്തബഅതുക അലാ ഉർമി ഹൗന വഅശാറ ഇലാ ഹൽഖിഹി ബിസഹ്മിൻ ഫഅമൂതു വഉദ്ഖിലൽ ജന്ന. ഞാൻ വന്നത് ഇതാ എൻ്റെ ഇവിടേക്ക്, അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഇവിടേക്ക് ശത്രുവിൻ്റെ ഒരമ്പ് കടന്നു വന്ന് ആ അമ്പേറ്റ് ഞാൻ യുദ്ധത്തിൻ്റെ ഭൂമിയിൽ മരിക്കണമെന്നും അങ്ങനെ ഷഹീദാകണമെന്നുമുള്ള ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പേരിലാണ് താങ്കളുടെ കൂടെ ഞാൻ യുദ്ധത്തിന് വന്നത്, അല്ലാതെ ഈ ഗനീമത്ത് സ്വത്തിന് വേണ്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, താങ്കൾ പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ സ്വദഖല്ലാഹ്, അള്ളാഹു അതിനെ സത്യപ്പെടുത്തട്ടെ. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി. യുദ്ധത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം കടന്നു വരികയാണ്. എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുത്ത് ഈ മനുഷ്യനും യുദ്ധത്തിൻ്റെ ഭാഗമായി ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദാവുകയാണ്. എവിടെയാണോ അമ്പേൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അതേ ഭാഗത്ത് അമ്പേറ്റ്, ശത്രുവിൻ്റെ അമ്പേറ്റ് യുദ്ധക്കളത്തിൽ കിടക്കുന്ന ആ സ്വഹാബിയുടെ മൃതശരീരം കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, അഹുവ ഹുവ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്തെ, ഇദ്ദേഹമാണോ അദ്ദേഹം? അന്നെൻ്റെ അടുക്കൽ വന്ന് ആ പറഞ്ഞ വാചകങ്ങൾ പറഞ്ഞ വ്യക്തിയാണോ ഇദ്ദേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, നഅം, അതെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അദ്ദേഹം തന്നെയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകമുണ്ട്, സ്വദഖല്ലാഹ ഫസദ്ദഖഹു, അദ്ദേഹം പറഞ്ഞതിനെ അള്ളാഹു സത്യപ്പെടുത്തി. അദ്ദേഹം അള്ളാഹുവിനെ സത്യപ്പെടുത്തിയപ്പോൾ
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജുബ്ബയിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കഫൻ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമ് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക ഫഖുതില ഷഹീദൻ അന ഷഹീദുൻ അലാ ദാലിക. അല്ലാഹുവേ, ഇത് നിന്റെ അടിമയാണ് റബ്ബേ, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിന്റെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായവനാണ്. വഅന ഷഹീദുൻ അലാ ദാലിക, ഇദ്ദേഹത്തിന് ഞാനും സാക്ഷിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, നമ്മൾ ചെയ്ത ആരാധനകൾ, നമ്മൾ നമസ്കരിച്ച നമസ്കാരവും നമ്മളെടുത്ത നോമ്പും നമ്മൾ കൊടുത്ത സ്വതക്കയും റബ്ബിൻ്റെ സ്വർഗം മാത്രം ലക്ഷ്യമാക്കിയിട്ടാണോ, ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ടാണ് നമ്മളത് നിർവഹിച്ചത് എങ്കിൽ റബ്ബത് സാധിപ്പിച്ചു നൽകുമെന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലേ? ഒരാളുടെ ആഗ്രഹം അത് സത്യസന്ധമാണെങ്കിൽ, ഒരാൾ ജീവിതത്തിൽ നന്മകൾ ചെയ്തത് റബ്ബിന് വേണ്ടിയാണെങ്കിൽ, ആളുകളെ കാണിക്കാനോ റമദാനിൻ്റെ രാപ്പകലുകളിൽ ആളുകളുടെ ശ്രദ്ധ ലഭിക്കുവാനോ, അതല്ലെങ്കിൽ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ മാത്രം ചെയ്യാതിരുന്നാൽ എന്ത് വിചാരിക്കുമെന്ന ആ മനസ്സോടുകൂടിയോ അല്ലാതെ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്തതാണെങ്കിൽ അത് റബ്ബ് പരിഗണിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നിർവഹിച്ച കർമ്മങ്ങൾ അത് ആത്മാർത്ഥമായിരുന്നെങ്കിൽ ഇനിയും ജീവിതത്തിൽ തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലേ? നോക്കൂ, നിങ്ങൾ ആ സ്വർഗത്തെ ഒരു വിശ്വാസി ജീവിതത്തിൽ ആഗ്രഹിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി കൊടുക്കുമെന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ അധ്യാപനങ്ങളെയും നമ്മുടെ മുമ്പിൽ വെച്ച് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. കാരണം സ്വർഗമെന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ലോകമാണ്. ഈ ദുനിയാവിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആഗ്രഹിച്ചത് പലതും പൂർത്തിയായി നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിനെ നമുക്കങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ പരലോകം ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ലോകമാണ്, സ്വർഗം ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന ലോകമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്കെത്തിയ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമുണ്ട്. സ്വർഗത്തിലേക്കെത്തിക്കഴിഞ്ഞ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം, പ്രവാചകൻ പറഞ്ഞു, അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്നതി ഇസ്തഅദന റബ്ബഹു ഫിസ്സർഇ. സ്വർഗത്തിലെത്തിയ ഒരാൾ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ, എനിക്ക് ഈ സ്വർഗത്തിൽ ഒരു കൃഷി ചെയ്യാൻ നീ എനിക്ക് അനുവാദം നൽകണം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമെന്നാണ്. ഫഖാല ലഹു അലസ്ത ഫീമാ ശിഅത. നീ ആഗ്രഹിച്ചതെല്ലാം ലഭിക്കുന്ന ലോകമല്ലേ സ്വർഗം? നിനക്ക് കൃഷി വേണമെന്നാഗ്രഹിച്ചാൽ ഒരു കൃഷി നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരില്ലേ? പിന്നെന്തിനാണ് നീ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് എന്നാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുമത്രേ, ബല, അതേ റബ്ബേ, ആഗ്രഹിച്ചതെല്ലാം കിട്ടുന്നതാണ് സ്വർഗം. പക്ഷേ വലാകിന്നി ഉഹിബ്ബു അൻ അസ്റഅ, എൻ്റെ മനസ്സിൻ്റെ വല്ലാത്തൊരാഗ്രഹമാണ് സ്വർഗത്തിൽ എനിക്കൊരു കൃഷി ഇറക്കണം, സ്വർഗത്തിൽ എനിക്കൊന്ന് കൃഷി ചെയ്യണം. അതെൻ്റെ ആഗ്രഹമാണ് അല്ലാഹുവേ, നീ സാധിപ്പിച്ച് നൽകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് അനുവാദം കൊടുക്കുമെന്നാണ്. സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ അല്ലാഹു അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കും. ഹദീസിൻ്റെ ബാക്കി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയ സ്വർഗത്തിൽ അയാൾക്ക് കിട്ടിയ സ്ഥലത്ത് വിത്തെറിയുമെന്നാണ്. ഫബദറ, ആ വിത്തങ്ങെറിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കൺകുളിർക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള കൃഷിയെല്ലാം വിത്ത് വിളഞ്ഞ് അങ്ങേയറ്റത്തെ വിളകളായി, പർവ്വതം കണക്കെ മുട്ടുന്ന വിളകളായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അല്ലാഹു മാറ്റിക്കൊടുക്കും. അത് കണ്ട് അദ്ദേഹം സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, സ്വർഗമെന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ ചെറിയ ആഗ്രഹം പോലും പടച്ചിറബ് സാധിച്ചു തരുന്ന ലോകമാണ് സ്വർഗം, അല്ലെ? എന്താഗ്രഹിച്ചാലും നമ്മൾ എന്ത് കൊതിച്ചാലും അത് ജീവിതത്തിൽ പൂർത്തിയായി ലഭിക്കുന്ന
അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം. ഇഹലോകത്ത് എന്തൊക്കെ ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സാഗ്രഹിക്കുന്നിടത്ത് പലപ്പോഴും മനസ്സെത്താത്തതിൻ്റെ, ശരീരമെത്താത്തതിൻ്റെ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. അതുപോലെ തന്നെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ, നല്ലൊരു ഇണയെ കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന എത്രയാളുകളുണ്ട്. മക്കളുണ്ടായിട്ടും ആ മക്കൾ നേർവഴിയിൽ നടക്കാത്തതിൻ്റെ പേരിൽ കണ്ണീരോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന എത്രയെത്ര മാതാപിതാക്കളുണ്ട്. കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായതിൻ്റെ പേരിൽ വീട്ടിലേക്ക് പോലും ഒന്ന് കടന്നു ചെല്ലാൻ കഴിയാത്ത രൂപത്തിൽ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ വീടെന്ന സ്വപ്നം ഒരുപാട് കാലമായി അതിനുവേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത് പൂർത്തിയാക്കാത്തതിൻ്റെ സങ്കടവുമായി നടക്കുന്ന എത്ര ആളുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് പലതും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹു എല്ലാ ആഗ്രഹങ്ങളെയും നമുക്ക് സഫലീകരിച്ച് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചത് പലതും നമുക്കിവിടെ നേടിയെടുക്കാൻ പറ്റിയില്ല എങ്കിൽ ആഗ്രഹിച്ചതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് ലഭിക്കുന്ന ഒരു ലോകമുണ്ട്. അതാണ് റബ്ബിൻ്റെ ഉന്നതമായ സ്വർഗമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ആ സ്വർഗത്തെ ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അത് റബ്ബ് സാധിച്ചു തരും. അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പണിയെടുത്താൽ അത് റബ്ബ് പൂർത്തിയാക്കി തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ സംസാരത്തിൻ്റെ ഈ ഒരു ആകത്തുകയായി ഓർമ്മപ്പെടുത്താനുള്ളത്, നന്മകൾ ജീവിതത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. തിന്മകൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മരണം വരെയും ആ മരിക്കുന്ന അവസാന സെക്കൻഡ് വരെയും റബ്ബിനെ ആരാധിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന നന്മകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി റബ്ബിനിഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ നമ്മൾ അതിൻ്റെ എല്ലാ സമയങ്ങളിലും പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവൻ്റെ ഉന്നതമായ സ്വർഗത്തെ നേടിയെടുക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ നന്മയുടെ അവസരങ്ങൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ മരിക്കുന്നത് വരെയും നാം ശ്രദ്ധിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി നാം കാണേണ്ടത്. അതിനുവേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച നന്മയാണ്. ഒരിക്കൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നൊരു വാചകം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നി ല ഉഹിബ്ബുക യാ മുആദ്, മുആദേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ സമയത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വ അന ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കും താങ്കളോട് ഇഷ്ടമാണ്, താങ്കളെ ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മുആദ് തിരിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫലാ തദ അൻ തഖൂല ഫീ ദുബരി കുല്ലി സ്വലാത്ത്, നിനക്ക് വേണ്ടി ഞാനൊരു നന്മ പഠിപ്പിച്ചു തരികയാണ്. എല്ലാ നമസ്കാരങ്ങളുടെയും അവസാനത്തിൽ അല്ലെങ്കിൽ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ പ്രാർത്ഥന നീ ഒഴിവാക്കരുത്, നീ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് റബ്ബി അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ ഓർക്കുവാനും നിനക്ക് നന്ദി കാണിക്കുവാനും നിന്നെ നന്നായിട്ട് ആരാധിക്കുവാനും ഇബാദത്ത് ചെയ്യുവാനും നീ എന്നെ സഹായിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയായി മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ ഇത് ജീവിതത്തിൽ ആ ഒരു ഗൗരവത്തോടു കൂടി അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ആരാധിക്കുവാൻ, അവന് നന്ദി കാണിക്കാൻ, അവന് ജീവിതത്തിൽ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. റബ്ബ് സഹായിച്ചില്ല എങ്കിൽ അവനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. റബ്ബ് നമ്മളെ സഹായിച്ചിട്ടില്ല എങ്കിൽ അവന് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയില്ല. റബ്ബ് നമ്മളെ സഹായിച്ചിട്ടില്ല എങ്കിൽ അവനെ ഓർക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ നിശ്ചയമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട, ദൃഢമായി നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പ്രവാചകനേറെ ഇഷ്ടപ്പെട്ട തൻ്റെ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മരിക്കുന്നതുവരെയും റബ്ബിൻ്റെ ആ സഹായം നമുക്കുണ്ടായാൽ മാത്രമേ റബ്ബിഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാനും ആ റബ്ബിഷ്ടപ്പെട്ട മരണത്തിൻ്റെ വിശ്വാസിയായ ഒരു ആത്മാവായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനും നമുക്ക് സാധിക്കുക. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റബ്ബിനെ മാത്രം ആരാധിച്ച് അവന് നന്ദി കാണിച്ച് അവനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. കഴിഞ്ഞ റമളാനിൻ്റെ രാപ്പകലുകളിൽ നമ്മൾ നിർവഹിച്ച ഇബാദത്തുകളെല്ലാം സ്വാലിഹായ കർമ്മങ്ങളായി അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ റമളാനിലെ നോമ്പുകൊണ്ട് നാളെ റബ്ബിൻ്റെ സ്വർഗ്ഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതുവരെയും റബ്ബിനെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന, തിന്മകളിലേക്ക് മനുഷ്യൻ്റെ മനസ്സുകളെ കൊണ്ടുപോകുന്ന പിശാചിൽ നിന്ന് അകന്നു നിന്ന് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട്, വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടെല്ലാം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലും പരിചയത്തിലുമുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾക്കൊക്കെയും ദൂരീകരണം നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം നൽകുന്നവരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, കുടുംബത്തിലും പരിചയത്തിലുമുള്ളവർ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു അവരുടെ പീഡനങ്ങളും പ്രയാസങ്ങളും എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളെ അല്ലാഹു നശിപ്പിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമുൻ അലൽ മുർസലീൻ.